Good morning, everyone. It's me, Simon YouTube channel, Simon Varghese Instagram, Simon Varghese Facebook. Welcomes you all. Have a fantastic positive day, my dear friends. നമ്മൾ വളരെ പാനിക്കായിട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തായാലും ക്രൂവാലിറ്റി ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതം വളരെ നൈമിഷികമാണ് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് 30 to 50 ഏജിലാണ്. 30 to 50 ഏജിൽ നമ്മളെല്ലാം പറയും, നമ്മുടെ മുതിർന്നവരെ പറയും അച്ചായന് വയസ്സായി, അമ്മച്ചിക്ക് വയസ്സായി. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ അതിൻ്റെ ഒത്തിരി കാലം ജീവിക്കുന്നു. പക്ഷേ അച്ചായനും അമ്മച്ചിയും ചകകുരുവല്ല ജീവിക്കുന്നുണ്ട്. എന്നാൽ ഈ കൊച്ചുമക്കൾ കടഞ്ഞു വീണ് മരിക്കുക. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ശരീരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജ്യൂസ്, കോള, സോഡ ഒക്കെ വാങ്ങിച്ച് കുടിക്കരുത്. കാർബോഹൈഡ്രേറ്റ്സ്, ചോറ് കഴിക്കുകയാണെങ്കിൽ തവിട് കൂടി 50% തവിട് കൂടിയ ചോറ് കഴിക്കാം. അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ട കാലമായി. ഹെൽത്ത് വൈസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞു പെരുപ്പിച്ച് വലുതാക്കി വഴക്കുണ്ടാക്കി നാശമുണ്ടാക്കാതെ ശ്രദ്ധിക്കുക. ചെറിയൊരു കാര്യം കണ്ടില്ലെന്നടിച്ച് പോവുക. ഓരോരുത്തർക്കും അവരവരുടേത് അഭിമാനമുണ്ട്, അഭിമാനക്ഷതമുണ്ട്. ഒരു ഹോട്ടലിലെ ബെയറായിരിക്കും. ഇപ്പം പഴയ കാലത്തെ പോലെ ബെയറെന്ന് പറഞ്ഞാൽ അവൻ ബിടെക്കോ എംടെക്കോ ആയിരിക്കും, MSc BEd ഈ ബെയറായിട്ട് വരുന്നത്. കാരണം തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 10,000-കണക്കിന് ആളുകളാണ് IT ഫീൽഡിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ 30 പേര് ചെയ്യേണ്ട ജോലി 3 പേര് മതി എന്നുള്ള സ്ഥിതി വന്നു. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ അതിൻ്റെ പ്രശ്നം. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മുടി വെട്ടുന്ന മെഷീനൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീനിൽ ഡിസൈൻ കൊടുത്തൊരു തല വെച്ച് കൊടുത്താൽ മതി, അവൻ ശരിയാക്കി ആയിത്തരും. 5 മിനിറ്റ് വേണ്ട, 3 minutes. അതുപോലെ സ്ഥിതി വരുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ തൊഴിൽ മേഖലകൾ കണ്ടെത്തണം, പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തണം. ഇപ്പം എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ ഹൗസിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ഹെൽപ്പർ എന്നാണ് പറയുന്നത്. ഹെൽപ്പർ അതിന് 24,000 രൂപ ശമ്പളമാണ്. പിന്നെ ഭക്ഷണം, വസ്ത്രം, അത്യാവശ്യം വീട്ടിൽ കുട്ടികളുടെ പഠന ചെലവ് 5,000 രൂപ കടം എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ പോകുന്നു. മറിച്ചൊരു ടെക്സ്റ്റൈലിലാണെങ്കിലോ മിനിമം വേജ് 12, 14, 15 മറ്റാന്ന് തോന്നുന്നു. അതേ ഉള്ളൂ, വേറൊന്നും കിട്ടാനില്ല. ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ പിന്നെ മത്സരമായതിൻ്റെ ഇൻസെൻറ്റീവും കുറവാണ്. കച്ചവടം എല്ലാ കടകളിലും കൂടി വരുമ്പം കുറവാണ്. എങ്ങനെ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതൊരു മേഖലയിലും തൊഴിലെടുക്കാൻ പ്രാവീണ്യം നേടി നമ്മൾ വളരണം. അതാണ് കാര്യം. ഇപ്പം ഡേ ബൈ ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അട്രോസിറ്റീസ് അത് കൂടിക്കൂടിയേ വരും. ഇപ്പോൾ സ്വർണം വില കൂടിയപ്പം ഒരു കട കുത്തിത്തുറന്ന് മോഷ്ടിക്കുന്നതിനൊക്കെ എളുപ്പമാണ് സ്വർണം എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ടെക്നോളജി വളർന്നു, നമ്മുടെ പോലീസുകാർ വളർന്നു, അതവർ മനസ്സിലാക്കുന്നില്ല. എങ്ങനെയൊക്കെ മോഷ്ടിച്ചാൽ അത് പിടിക്കും. അതാണ് അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കുക, അതാണ് നല്ലത്. എങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചാൽ അത് ഏത് തരത്തിലാണേലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാം അത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ നോക്കിക്കാണണം. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുക, കാതുകൾ തുറന്നു വയ്ക്കുക, ഘ്രാണശക്തി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിവ് തന്നെ വന്നോളും. അറിവും പരിജ്ഞാനവും അതിൻ്റെ ഒരു പ്രാവീണ്യവും നേടാതെ, നൈപുണ്യം നേടാതെ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഏത് ജോലി, ഇപ്പോൾ ജോലിയുള്ളവരാണേലും അവരുടെ നൈപുണ്യം വികസിപ്പിക്കണം, കഴിവുകൾ വികസിപ്പിക്കണം. കാരണം ഇനി മുമ്പോട്ട് പോകുമ്പം പല തസ്തികകളും ഇല്ലാതെ വരികയാണ്. ഈ പിയൂൺ തസ്തിക ഇല്ലാതെ വരും, സ്വീപ്പർ തസ്തിക ഇല്ലാതെ വരും, ഓഫീസർ തന്നെ വരുമ്പോൾ തൂക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. അതൊക്കെ വിദേശത്തൊക്കെ അങ്ങനെ തന്നെയാണ്.
ഒഫീഷ്യൽസ് തന്നെ ഇതൊക്കെ ചെയ്യുന്നത്, അല്ല അവിടെ ഇതിനു വേണ്ടി ആളൊന്നുമില്ല. ആ സ്ഥിതി ഇവിടെയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കമ്പനികളിൽ, ഇപ്പോൾ ഇവിടുത്തെ കമ്പനികളിൽ സ്വീപ്പ് ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ്. മെഷീൻ തുടച്ച് സ്വീപ്പ് ചെയ്ത് അവർ പോകുന്നു, പിറ്റേ ദിവസം വന്നാൽ നോക്കിയിട്ടാണ് തൊഴിലാരംഭം. അപ്പോൾ ആ കൾച്ചറിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉയർന്ന് ചിന്തിക്കണം. അതുപോലെ ഏതൊരു മേഖലയിലും പ്രാവീണ്യം നേടണം, അലസനാകരുത്, സ്മാർട്ടായിരിക്കണം. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സ്മാർട്ടായിരിക്കണം. എനിക്ക് മേലായി വന്നു, അല്ലെങ്കിൽ അസുഖമുണ്ട്, ആയിക്കോട്ടെ, ആ അസുഖത്തെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. ലേസി ആകരുത്. അസുഖമാണ് നമ്മൾ ലേസി ആയുള്ള കുഴപ്പം. നമ്മുടെ രക്തചംക്രമണമൊക്കെ കുറയും, രോഗം കൂടും, അസുഖം വർദ്ധിക്കും. വി മസ്റ്റ് ഡു സം എക്സസൈസ് അക്കോർഡിംഗ്ലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന ഇപ്പം ബെഡിൽ പ്ലാസ്റ്റിക് കിടക്കുന്ന ആളെ കാലിടയ്ക്ക് പൊക്കാൻ ഡോക്ടേഴ്സ് പറയല്ലേ, പൊക്കുമ്പോൾ രക്തചലനമാണ് എന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എനർജറ്റിക് ആയിരിക്കണം, സ്മാർട്ടായിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം. ഓക്കെ, നമ്മളെ വ്യക്തിശുചിത്വം കർശനമായി പാലിക്കണം. നമ്മളെ സമൂഹത്തിൽ ജീവിക്കുമ്പം നമ്മളെ കൊണ്ടൊരു ഭാരം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. മറിച്ച് നമ്മൾ മറ്റവർക്കും അനുഗുണമാകണമെന്നും സഹായിക്കുന്നവനാണെന്നുമുള്ള ബോധ്യമായിരിക്കണം സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രമുഖനായ തിരുവനന്തപുരത്തെ ഡോക്ടറുടെ ഒരു ഇത് കണ്ടു. എന്തെല്ലാം നമ്മൾ ജീവിക്കണം, ഡയബറ്റിക്കിനെ എങ്ങനെ ശ്രദ്ധിക്കണം, നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം. ഡോക്ടർ നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടറാണ്. രാജാവിൻ്റെ മുഖത്ത് നോക്കി സത്യം തുറന്നു പറഞ്ഞ ഡോക്ടറാണ്. ജോലി പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചു. ആ ഡോക്ടർ എപ്പോഴും സൈക്കിളിലും സ്കൂട്ടറിലൊക്കെയാണ് മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നത്, ഇനി അദ്ദേഹം ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വന്ന കാര്യമൊക്കെ ശരിയാണ്. ഈ ജ്യൂസും ഈ കുക്കീസൊക്കെ വാങ്ങിച്ച് കഴിക്കരുത്, കുടിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഡയബറ്റിക്കിൻ്റെ കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട രോഗമാണ് അത്. അതിൻ്റെ പാർശ്വഫലങ്ങൾ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും, ആംപുട്ടേറ്റ് ചെയ്യേണ്ടി വരും, ആംപുട്ടേറ്റ് കാല് മുറിച്ച്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ 34 വർഷമായി ഡയബറ്റിക്കായി എനിക്ക് നിങ്ങളോട് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും. ഒരു മാന്യനായ സുഹൃത്തിനെ പോലെ നമ്മളതിനെ കണ്ട ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഭക്ഷണങ്ങൾ നിയന്ത്രിച്ചു, അല്പസ്വല്പം പ്രാർത്ഥിച്ചു, എക്സർസൈസ് ചെയ്തു, ഇതൊക്കെ ചെയ്തുള്ളൂ. അപ്പം ഞാൻ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഞാനിപ്പം ചെറിയൊരു ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എനർജറ്റിക്കാണ്, എന്ത് ജോലിയും ചെയ്യാൻ പറ്റും, ഓടിച്ചാടി 10-20 ഇപ്പോൾ 21 എക്സർസൈസ് ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞായി വരുന്നത്. അപ്പം നമുക്ക് അത് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് എൻ്റെ ജീവിതം തീർന്നു എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചിട്ടയോടുകൂടി ജീവിതം തുടങ്ങിയ ഡയബറ്റിക് ഒരു രോഗമേ അല്ല, നിങ്ങളൊന്നും ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, അല്പസ്വല്പം വെള്ളം കുടിക്കുക, കുറച്ച് എക്സർസൈസ് ചെയ്യുക, നടക്കുക, ഭക്ഷണം കൺട്രോൾ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ്സ്, രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്, 4 മണിക്ക് വട, വൈകിട്ട് കഞ്ഞി, ഇങ്ങനെയൊക്കെ പോരുത്. വി മസ്റ്റ് കൺട്രോൾ അവർ ഫുഡ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ടു മീറ്റ് യു ഓൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. ഗുഡ് മോർണിംഗ്. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. അതുപോലെ ഷുഗർ, പായസമൊക്കെ കഴിക്കും. എല്ലായിടത്തൊക്കെ പോയിരുന്ന് ഈ ആശാന്മാർ കഴിക്കുന്നതാണ് ഡയബറ്റിക്. വീട്ടുകാരെ നോക്കിയിട്ട് പായസമൊക്കെ എടുത്ത് കുടിക്കുക. നമുക്ക് കഴിക്കാമെന്നൊക്കെ കഴിക്കാമല്ലോ. ഷുഗർ കൂട്ടി പോയാലുള്ള കുഴപ്പം, ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി പ്രവർത്തനം നിർത്തും. അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കാലിൻ്റെ മരവിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇത് ചെയ്യേണ്ടി വരും, നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. കാലിൻ്റെ ബ്ലോക്ക് വന്നാൽ, കാല് മരവിപ്പൊക്കെ വന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. അതുപോലെ ഒത്തിരി അല്ലെങ്കിൽ ആംപുട്ടേറ്റ് ചെയ്യേണ്ടി വരും. രക്തം ഓടാതിരുന്നാൽ പിന്നെ അവിടെ കേടാവും, കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് കർശനമായ നിരീക്ഷണവും ഒരല്പം കരുതലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ഏത് ഫംഗ്ഷന് പോയാലും അവർക്കറിയാം
സൈമൺ സാറ് മധുരം ഇട്ട് കുടിക്കത്തില്ല, എനിക്ക് മധുരം ഇല്ലാത്തതന്നെ തരത്തുള്ളൂ, ഞാൻ കുടിക്കത്തില്ല, എനിക്ക് നിർബന്ധമില്ല കുടിക്കണം. കഴിവതും വീടിന് പുറത്തിറങ്ങി ഒന്നും കുടിക്കാതിരിക്കുന്നത് നല്ലത്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയെ നിറച്ച് വെള്ളമൊക്കെ വെച്ചാണ് ഞാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്തെ ബോയിൽ ചെയ്യാത്ത വെള്ളം ഒരു കാരണവശാലും കുടിക്കാൻ പറ്റത്തില്ല. തിളപ്പിച്ചരച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 90% കിണറുകളും സ്രോതസ്സുകളും കോളിഫോം ബാക്ടീരിയ ഉണ്ട് എന്നാണ് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത്, തെളിയിച്ചിട്ടുള്ളത്. ഈ 90% നിങ്ങളുടെ കിണർ പോലും ഉണ്ട്. അതുകൊണ്ടാണ് കാര്യം നല്ല വെള്ളം. എൻ്റെ വീട്ടിലെ കിണർ പാറപ്പെടുത്തുന്നുള്ള വെള്ളം എൻ്റെ വീട്ടിൽ. പക്ഷേ എന്നാൽ പോലും ഞങ്ങളത് ബോയിൽ ചെയ്യും. 10 to 15 minutes ബോയിൽ ചെയ്തിട്ട് തണുപ്പിച്ച് കുടിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ സിസ്റ്റമൊക്കെ ഉണ്ട്, അക്വാ ഗാർഡിൻ്റെയൊക്കെ ഫിൽറ്ററൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കണം, എന്നിട്ട് കുടിപ്പിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലേക്ക് പോകുന്നതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധാലുവാണെങ്കിൽ ഡയബറ്റിക് നിങ്ങൾക്കൊരു രോഗമേ അല്ല. നമുക്ക് അത്രയേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഞാൻ ചകക്കുരു പോലെ നടക്കുന്നു, നമുക്ക് ഒരു പ്രശ്നമില്ല. ഓടണമെങ്കിൽ ഓടാം, ചാടണമെങ്കിൽ ചാടാം, നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യാം. വണ്ടി ഓടിച്ച് ബാംഗ്ലൂർക്ക് പോകണമെങ്കിൽ പോകാം, തിരിച്ച് തിരുവനന്തപുരം പോകണമെങ്കിൽ പോകാം. ഞാൻ റെഡി എപ്പോഴും, കാരണം ഹെൽത്ത് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ 45 വയസ്സൊന്നുമല്ല, ഞാൻ 65 വയസ്സാകുന്ന ആളാണ്. നാളെ എൻ്റെ ബർത്ത്ഡേ 18 November 18th. എൻ്റെയും എൻ്റെ മോൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. US മോന് November 18. അപ്പം ആ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് കുഴപ്പമില്ല, നമ്മൾ മനുഷ്യരല്ലേ, അല്പം ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ വിഷ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഓർത്തുകൊള്ളുക, 65 വയസ്സാകുന്ന ആളാണ് ഞാൻ. കാണാൻ പറ്റില്ലേ? ഓക്കെ, ഉണ്ടല്ലേ. സ്ട്രോങ് കൈയാണ്, സ്ട്രോങ് ബോഡിയാണ്, ഹെൽത്തി ബോഡിയാണ്. അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ സെൻ്ററിൽ എൻ്റെ ഡോക്ടറെ കാണാൻ, ശ്രീജ ഡോക്ടറിനോട് ചോദിച്ചു, സൈമൺ, എന്നെ സൈമൺ എന്നാണ് വിളിച്ചത്, സൈമൺ എത്ര വയസ്സ് വരെ ജീവിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു 110 വയസ്സ് വരെ ജീവിച്ചു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. വളരെ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ കിഡ്നി ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന്, വൃക്കരോഗം വരാതെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. 110 വയസ്സ് വരെ ജീവിക്കാൻ ജപ്പാൻകാരന് കഴിയുമെങ്കിൽ ജപ്പാനിലെ ആവറേജ് ഡെത്ത് റേറ്റ് 100 above. അപ്പോൾ പിന്നെ നമുക്കെന്താ പറ്റിയല്ലോ അത്, അവരേക്കാൾ നൂതനമായ കാര്യങ്ങൾ അറിയാവും നമുക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് പണിയില്ലേ? ഇന്ന് വൈകിട്ട് പോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ക്യാച്ചൊക്കെ കിട്ടട്ടെ. അപ്പം നമ്മൾ സാധിക്കും 110 വയസ്സ് വരെ ജീവിക്കണമെന്ന് സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു. ഞാനും പുള്ളി സിമ്പിളായിട്ട് ചോദിച്ചാൽ സിമ്പിളായിട്ട്. പിന്നെ വീട്ടിൽ വന്ന ഭാര്യ ഭയങ്കര ചിരി, അപ്പം നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശം. പക്ഷേ ഞാൻ പറയൂടൂ, തനിക്ക് അറിഞ്ഞൂടെ, ഞാനൊരു ക്രിസ്ത്യനാണ്, കാത്തലിക്കാണ്. മരണം എനിക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് മരണം ക്രിസ്തു ആണെന്നാണ്. അതുകൊണ്ട് മരണം എനിക്ക് പ്രശ്നമില്ല, എപ്പോൾ വന്നാലും ഞാൻ റെഡിയാണ്. പക്ഷേ ഡോക്ടറിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്ക് ക്രിസ്ത്യാനിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതം ക്ഷണികമാണെന്നും അത് നശ്വരമാണെന്നും നല്ല ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനശ്വരമായ ലോകത്തേക്ക്, നശിക്കാത്ത ലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ് ഞാൻ വെച്ച് പുലർത്തുന്നതെന്ന്. എൻ്റെ ഭാര്യ അപ്പം വളരെ നല്ല പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. ശരി, ഗുഡ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ അസൂയ കൊണ്ടോ കുശുമ കൊണ്ടോ അല്ല ഇങ്ങനെ ജീവിക്കുക. നമുക്കൊരു പാഷനാണ്. ജപ്പാൻകാരന് കഴിയുമെങ്കിൽ നമുക്കും കഴിയും, ഇല്ലേ? ജപ്പാൻകാരന് കഴിയുമെങ്കിൽ ഇന്ത്യക്കാരന് കഴിയും, പ്രത്യേകിച്ച് മലയാളിക്ക്. മലയാളി എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും അതുമായി സംയോജിക്കാൻ മിടുക്കന്മാരല്ലേ. നമുക്കത് പറ്റുമെന്നേ, നമുക്ക് ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ശ്രമിച്ച് നമ്മുടെ ആയുസ് 72 ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക്, അത് 80, 100 ഒക്കെ ആക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.